സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്തിയതിനു പിന്നാലെ പേരുകൾ വ്യാപകമായി ഇ-പോസ് സെർവറിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇതോടെ ഒട്ടേറെ പേർക്ക് റേഷൻ മുടങ്ങി. നിലവിൽ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുടമകൾക്ക് മാത്രമാണ് മസ്റ്ററിംഗ്. എന്നാൽ പൊതുവിഭാഗത്തിലെ വെള്ള, നീല കാർഡുകളിൽ ഉൾപ്പെട്ടവരും പേരുകളടക്കം ഇ-പോസിൽ കാണാനില്ല. ഒക്ടോബറിലെ റേഷൻ വിതരണം വ്യാഴാഴ്ച തുടങ്ങിയപ്പോഴാണ് പലരുടെയും പേരുകളില്ലെന്ന് വ്യക്തമായത്. പരാതിയെ തുടർന്നാണ് സിവിൽ സപ്ലൈസിന്റെ IT വിഭാഗം തകരാർ പരിഹരിക്കാൻ ശ്രമം തുടങ്ങി. മാസങ്ങൾക്ക് മുമ്പ് മസ്റ്ററിംഗ് നടത്തിയവരുടെയും റേഷൻ വാങ്ങാനെത്തിയവരുടെയും ഓട്ടോമാറ്റിക്കായി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവരുടെയും പേര് അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഒരു കാർഡിലെ 2-3 പേരുള്ളവരെ കാണാനില്ല. പേരുള്ള അംഗങ്ങളിൽ ആരെങ്കിലും എത്തിയാലേ റേഷൻ ലഭിക്കൂവെന്ന സ്ഥിതിയാണ്. പേരില്ലെങ്കിൽ വിഹിതത്തിൽ കുറവും കാണിക്കുന്നില്ല. ഓരോ മാസത്തെയും ആദ്യ പ്രവൃത്തി ദിവസം ഭക്ഷ്യധാന്യ വിഹിതം ഇ-പോസിൽ ക്രമീകരിക്കാൻ റേഷൻ കടകൾക്ക് അവധി നൽകിയിരുന്നു. എന്നാൽ ഇത്തവണ 1-ാം തീയതി അവധി കൊടുത്തിരുന്നില്ല. തെക്കൻ മേഖലയിലെ 7 ജില്ലകളിൽ മസ്റ്ററിംഗ് ഈ ദിവസം നടന്നിരുന്നു. ഇ-പോസ് ക്രമീകരണവും മസ്റ്ററിംഗ് ഒരുപോലെ നടത്തിയാൽ പ്രശ്നമുണ്ടാകുമെന്ന് സിവിൽ സപ്ലൈസ് വിഭാഗം ഉദ്യോഗസ്ഥർ ആശങ്കപ്പെട്ടിരുന്നു. 1.40 കോടിയോളം പേരുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അവ താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ പരിശോധിച്ച് 1.21 കോടികളുടെ മസ്റ്ററിംഗിന് അംഗീകാരം നൽകി. 17.05 ലക്ഷം പേരുടെ മസ്റ്ററിംഗ് അംഗീകാരം ലഭിക്കാനുണ്ട്. ഇതാണോ പ്രശ്നത്തിന് കാരണമെന്ന സംശയം ഉയർന്നു വന്നിരിക്കുകയാണ്.